All of you have cell phones. നിങ്ങൾക്കെല്ലാവർക്കും സെൽ ഫോണുകളുണ്ട്. Everyone has computers. എല്ലാവർക്കും കമ്പ്യൂട്ടറുകളുണ്ട്. എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ട് എന്ന് പറയുന്നതിന് ഡു ഹാവ് അല്ലെങ്കിൽ ഹാവ് എന്നും ഡസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്നും പറയുന്നു. ഇല്ല എന്ന് പറയുന്നതിന് ഡോൺ ഹാവ് അല്ലെങ്കിൽ ഡസിൻ ഹാവ്. എക്സാമ്പിൾസ് നോക്കാം. എനിക്ക് കമ്പ്യൂട്ടർ ഉണ്ട്. ഐ ഡു ഹാവ് എ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐ ഹാവ് കമ്പ്യൂട്ടർ. ഡു പ്ലസ് ഹാവിന് ഹാവ് എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് കമ്പ്യൂട്ടർ ഇല്ല. ഐ ഡോണ്ട് ഹാവ് എ കമ്പ്യൂട്ടർ. അവൾക്ക് കമ്പ്യൂട്ടർ ഉണ്ട്. ഷീ ഡസ് ഹാവ് എ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഷീ ഹാസ് കമ്പ്യൂട്ടർ. ഡസ് പ്ലസ് ഹാവിനെ ഹാസ് എന്ന് പറയുന്നു. അവൾക്ക് കമ്പ്യൂട്ടർ ഇല്ല. ഷീ ഡസിൻ ഹാവ് എ കമ്പ്യൂട്ടർ. ഒരിക്കലും ഷീ ഡസിൻ ഹാസ് എന്ന് പറയരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈൽ ഫോണുകളുണ്ട്. ഓൾ ഓഫ് യു ഹാവ് മൊബൈൽ ഫോൺസ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈൽ ഫോണുകൾ ഇല്ല എന്ന് പറയുന്നതിന് ഓൾ ഓഫ് യു ഡോണ്ട് ഹാവ് എ മൊബൈൽ ഫോൺസ്. എല്ലാവർക്കും കമ്പ്യൂട്ടറുകളുണ്ട്. എവരിവൺ ഹാസ് കമ്പ്യൂട്ടേഴ്സ്. സിംഗുലറിൻ്റെ കൂടെ ഹാസും പ്ലൂറലിൻ്റെ കൂടെ ഹാവുമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഐ എന്ന് പറയുന്നത് ഒരാളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും നമ്മൾ പ്ലൂറലായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. എവരിവൺ എല്ലാവരെയും സൂചിപ്പിക്കുന്നുവെങ്കിലും അതിനെ സിംഗുലറായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടറുകൾ ഇല്ല എന്നതിൻ്റെ ഇംഗ്ലീഷ് കമൻറ്റ് ചെയ്യുക.